ചിന്തിരാവിൽ ഞാൻ കപം കിനാവിൽ കണ്ട് ശുചരത്ത് പൂത്ത സുഭർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ വിശേഷങ്ങളാണ്. ഈ കുറച്ച് ക്ലിപ്സ് ഞാൻ റമദാന്റെ തലേന്നും അതിന് കുറച്ച് ഡേയ്സ് മുന്നേ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. റമദാന്റെ ഒരു 2-3 ഡേയ്സിന് മുന്നേ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് തന്നെ ആയിരുന്നു. ആദ്യം നമ്മൾ കിച്ചണാണ് ക്ലീൻ ചെയ്തത്. കിച്ചണിൽ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു. ക്ലീനിങ് മാത്രമല്ല, അതുപോലെ തന്നെ മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം ഉണക്കി പൊടിപ്പിക്കുന്നതും, അങ്ങനെ മൊത്തത്തില് കിച്ചണിൽ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെ ഒരു 2 ഡേയ്സ് എടുത്ത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കി വരാൻ വേണ്ടി. മെയിനായിട്ട് ക്ലീനിങ് ഒക്കെ ഉമ്മച്ചിയും പാത്തും തന്നെ ആയിരുന്നു. ഞാനങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കുന്നോണ്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. കിച്ചണിലാണെങ്കിലും റൂമിലൊക്കെ ആണെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളൊരു 11 മണിയോടെയാണ് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. എങ്കിലും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും ഫുഡ് കഴിക്കുകയും റീല് കാണുകയും അങ്ങനെയായിട്ട് കറക്റ്റ് ഞങ്ങളുടെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5 മണി ആയിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷം ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റർ മന്തിയാണ് ഓർഡർ ചെയ്തത്. അല്ലെങ്കിലും വീട്ടില് ഈ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പണി എടുത്താൽ നമുക്കന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉമ്മച്ചി വാങ്ങിത്തരും. ഇത് പൊട്ടിച്ച് ഇതിന്റെ സ്മെല്ല് കേട്ടപ്പോ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഞാനും പാത്തും കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്താണ് കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇതൊക്കെ. അപ്പൊ ഈ കുറച്ച് ക്ലിപ്സ് എന്ന് പറയുന്നത് റമദാന്റെ തലേന്നത്തെയാണ്. ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഈ ഒരു ജ്യൂസാണ് അടിച്ചു കുടിച്ചിട്ടുള്ളത്. ഇന്ന് കിച്ചണിലെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. മെയിനായിട്ട് ഷോപ്പിംഗ് മാത്രമല്ല, ഹോസ്പിറ്റലിലും ബാങ്കിലും പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ആക്കിയിട്ട് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റമദാന് തലേന്നായതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. റോഡിലൊക്കെ ആണെങ്കിലും ഷോപ്പിലാണെങ്കിലും നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാനും പാത്തുവും മെയിനായിട്ട് സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പോയി. ബാക്കി ഐറ്റംസ് ഒക്കെ ഉമ്മച്ചിയാണ് എടുത്തത്. ഞങ്ങൾ മെയിനായിട്ട് സോസ്, ചീസ്, സമൂസ ഷീറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മള് എന്തായാലും നോമ്പ് തുറക്കാൻ പുറത്തുനിന്ന് അങ്ങനെ കടി വാങ്ങൽ കുറവാണ്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വക കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ മിനിമം എല്ലാ വീട്ടിലും ഡെയിലി ഒരു സ്നാക്ക് ഐറ്റമെങ്കിലും ഉണ്ടാക്കാതിരിക്കത്തില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് സ്നാക്ക് വാങ്ങി കഴിക്കുന്നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ് ഉമ്മച്ചി എടുത്ത് വന്ന് അപ്പോഴത്തേക്കും ഉമ്മച്ചി സാധനങ്ങളൊന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഉമ്മച്ചി ഒരു ഐറ്റം എടുക്കണമെങ്കിൽ തന്നെ അത് നോക്കി തിരിഞ്ഞ് ലാസ്റ്റ് ഏതെങ്കിലും ഒരു പൊട്ടത്തേങ്ങയിലൊക്കെ ആയിരിക്കും കൈ വെക്കുന്നത്. ഉമ്മച്ചിയുടെ ഒരു കണ്ടുപിടുത്തം വെച്ചാൽ മുകളിലത് എല്ലാം കൊള്ളാത്തതും അടി കിടക്കുന്ന എല്ലാം ഫ്രഷ് സാധനം എന്നാണ് ഉമ്മച്ചിയുടെ ഒരു കണ്ടുപിടുത്തം. അത് തേങ്ങയെന്നല്ല ഏത് ഐറ്റം ആയാലും ഉമ്മച്ചി അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് ചിക്കൻ പോയി എടുക്കുന്നത്. ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു വെച്ച് സ്നാക്സ് പരിപാടികളൊക്കെ അങ്ങ് നടക്കും. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പൊ പാത്രങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. നല്ല നല്ല പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അതൊന്നും എടുത്ത് നോക്കാതെ ഞാൻ അവിടെ ഒന്നും പോകത്തില്ല. അത് മേടിച്ചില്ലെങ്കിലും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നല്ല മോഡലിലുള്ളതൊക്കെ കാണുകയാണെങ്കിൽ അതുമൊക്കെ ഒന്ന് നോക്കും.
പണ്ട് ഇതിന്റെ അടുത്തൂടെ പോലും പോവാത്ത ഞാനായിരുന്നു. ഇപ്പം എന്തോ പാത്രങ്ങളൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അതിനോട്. പ്രായം മാറുന്നതിനനുസരിച്ച് ഇഷ്ടങ്ങളും മാറുമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം ബേബിയുടെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഐറ്റംസ് ഒക്കെ അങ്ങനെ എടുത്ത് നോക്കുന്നത്. അങ്ങനെ അതിന്റെ ആവശ്യങ്ങളൊന്നും ഇതുവരെ വരാത്തോണ്ട് ഇതുവരെ അതിന്റെ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ അതെല്ലാം നോക്കി എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇൻഷാ അള്ളാ ഉടനെ നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നോണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്ത് അങ്ങനെ ബില്ലൊക്കെ ഇട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഞാന് നേരെ ഇങ്ങ് വീട്ടിൽ വന്ന് ഉമ്മച്ചിയും പാത്തും അവിടെ നിന്ന് ഹോസ്പിറ്റലിലും പോയി ബാങ്കിലും പോയിട്ടേ വീട്ടിൽ വരൂ. എനിക്ക് അതുവരെ എന്റെ ആവശ്യമില്ല ബാങ്കിലും ഹോസ്പിറ്റലിലും. അതുവരെ എനിക്ക് നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തോണ്ട് ഞാനിങ്ങ് നേരെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ അപ്പൊ തന്നെ കിച്ചണിൽ കൊണ്ട് വെച്ച് അതിനുശേഷം കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐറ്റംസ് ഞാൻ അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് കഞ്ഞിയും പയറും ആയിരുന്നു. പുറത്ത് പോണോണ്ട് തന്നെ എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. കഞ്ഞി കുടിച്ചതിന് ശേഷം ഒരു മുട്ട പപ്സും ഒരു ചിക്കൻ പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പോയി നന്നായിട്ട് കുളിച്ച് ഫ്രഷായി നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഒരു 1 വീക്ക് കൂടുതലാവും. പക്ഷെ ഇതുവരെ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടില്ല. ഇനി സ്ഥിരമായിട്ട് ലോങ് വീഡിയോസ് ഒക്കെ ഇടാന്നാണ് കരുതുന്നത്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്റെ അടുത്ത് മോണിറ്റൈസ് ആയോ, ക്യാഷ് കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തി ഉടനെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം.